ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ബ്രെഡിനും പൊറോട്ടയ്ക്കൊക്കെ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഈ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ചൂടുകട്ടിയുള്ള വാവസ്ഥാരമുള്ള അടിക്ക് പിടിക്കാത്ത നല്ലൊരു പാത്രം എടുക്കണം. അങ്ങനെ ഒരു പാൻ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്ത് പെരിഞ്ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 സെക്കൻഡോളം വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1.5 ടീസ്പൂൺ വീതം എടുക്കണേ, ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ അത് ഒരു 10-12 സെക്കൻഡ് സമയം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി കിട്ടുന്നിടം വരെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി കിട്ടുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയ്ക്ക് ഒന്ന് വഴറ്റി ഒരു ഗോൾഡൻ കളറായി ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. എരിവിനനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ശേഷം ആ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മീഡിയം വലുപ്പമുള്ള തക്കാളി ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരടപ്പ് വെച്ച് അടച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്ത് തക്കാളി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലും ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ തേങ്ങാപ്പാൽ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കട്ടകളൊന്നും കൂടാതെ ഇളക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ പൊടി ഉപയോഗിക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാവുന്നതാണ്. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മുതൽ 2 മിനിറ്റ് സമയം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് മുട്ട എടുക്കുക. ഒത്തിരി മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-2 സൈഡും നല്ലതുപോലെ അതൊന്ന് കുക്ക് ചെയ്ത് കിട്ടത്തില്ല. മുട്ടയുടെ മഞ്ഞക്കരുമൊക്കെ അങ്ങ് പൊട്ടി മൊത്തം അങ്ങ് സ്പ്രെഡായിപ്പോവും. അതുകൊണ്ട് ഇതുപോലൊരു ഗ്യാപ്പ് ഇട്ട് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 6 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിനും ഒരടപ്പ് വെച്ച് അടച്ച് മുട്ടയുടെ ആ വെള്ള ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി നല്ലൊരു വൈറ്റ് കളറായി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലതുപോലെ ഒരു വൈറ്റ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിന് ഓരോ മുട്ടയും ഇതുപോലെ തവി വെച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു പരന്ന തവി ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് കുക്കിങ്ങിന് വളരെ ഈസി ആയിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് പരന്ന തവി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റുന്നതാണ്. ഞാനിപ്പോൾ 2 സൈഡും മുട്ടയുടെ കുക്ക് ചെയ്യാനായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു അടപ്പ് വെച്ച് അടച്ച് മറു സൈഡും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. ഒരു 1 മുതൽ 2 മിനിറ്റ് സമയം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അത് ഒത്തിരി ഗ്രേവി ഒന്നും ഇല്ലാതെ അത്യാവശ്യം പുരണ്ടിരിക്കുന്ന ഒരു കറിയാണ്. ഇപ്പോൾ നല്ലതുപോലെ ഗ്രേവിയൊക്കെ പറ്റി അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രേവിയൊക്കെ പറ്റി മുട്ടയൊക്കെ സെപ്പറേറ്റായി നല്ല ഒരു മസാലയോടുകൂടി മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിലൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കുന്ന രീതിയിൽ ഒരു കറി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.